എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ് ഗോപാലകൃഷ്ണനും അങ്ങനെയല്ലേ പേര്, അതുപോലെ തന്നെ അവരുടെ വൈഫും നമ്മുടെ ദിവ്യ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സീരിയൽ നടി തന്നെയാണ്. അവർ അത്യാവശ്യം നല്ല നടി തന്നെയാണ്. അവർ ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കവും ഇല്ല. അവരുടെ വിവാഹം ഇപ്പോൾ ഈ അടുത്ത സമയത്തായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് അന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി എന്ന് തോന്നുന്നു. എന്നാലും ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനും ഒന്നും ഒരു കുറവുമില്ല. അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടമാണെന്ന് കുറേ പേര് വിചാരിക്കും. ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നിങ്ങളൊക്കെ എന്തിനാണ് ഇതിന് അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പലരും പറയും. അത് ശരിയാണ്. ഇതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അത് ഞാനും 100% യോജിക്കുന്നു. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ, അതായത് പ്രായത്തെ പോലും മറന്നു കാണിക്കുന്ന കോപ്രായങ്ങൾ. എന്നാൽ ചോദിക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹിക്കുന്നതിനൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അതിർത്തിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അതിർത്തിയൊന്നുമില്ല, ഒരതിർത്തിയില്ല. പക്ഷേ അത് അവരൊരു മാത്രം കാണുന്നതല്ലേ ഏറ്റവും നല്ലത്. മറ്റുള്ളവരെ കൂടി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് മറ്റുള്ളവരെ കൂടി കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവർക്ക് വിവാഹപ്രായം ആവാറായി വരുന്ന, പോട്ടെ വിവാഹപ്രായത്തിൻ്റെ കാര്യം പൊയ്ക്കോട്ടെ, അത് വിവാഹപ്രായത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട. പക്ഷേ പ്രായപൂർത്തിയായി വരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മകളുണ്ട് എന്നൊക്കെയുള്ള ബോധം ആ ഒരു അമ്മയ്ക്ക് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കണ്ട ഒരു ഷോർട്സ് വീഡിയോ ആണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എല്ലാം ആവാം, ആവശ്യത്തിനൊക്കെ ആവാം, ആവശ്യത്തിലധികം ആവുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ എന്തായാലും എന്നെ ഇത്രയേറെ പ്രകോപിപ്പിച്ച, അല്ലെങ്കിൽ എനിക്ക് ഇത്രയേറെ ദേഷ്യം വന്ന തരത്തിലുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആണ്. ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, എനിക്കെന്ത് ഇഷ്ടമെന്ന് അറിയാം. मैंने छोड़ी ना नहीं जा, मैंने छोड़ी ना नहीं जा. ചോടത് കെടുതെന്ന് എനിക്കറിയില്ല. എന്നെ അട്ടച്ച് പോവില്ല. പോരെ, എനിക്കെന്ത് ഇഷ്ടമെന്ന് അറിയാം. मैंने छोड़ी ना नहीं जा, मैंने छोड़ी ना. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കാണെങ്കിൽ ദേഷ്യം തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 10-18 വയസ്സായ ഒരു മകളുണ്ട്. ഈ മകളുടെ അനുവാദത്തോടു കൂടി തന്നെയാണ്, പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് വിവാഹം നടന്നത്. ഇവർ മകളോടും ഈ പറയുന്ന ക്രിസിന് ഭയങ്കര സ്നേഹമാണ്, ആ മകനോട് സ്നേഹമാണ്. അങ്ങനെ അവർ സ്വന്തം അച്ഛനും അമ്മയും ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ക്രിസ് രണ്ടാനച്ഛനായിട്ട് ഉള്ള ആ ഒരു രീതിയൊന്നും അല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ തമ്മിൽ വളരെയേറെ സ്നേഹത്തിലാണ്. ആ കുട്ടികളോടും അദ്ദേഹം അത്രയും സ്നേഹം, സ്വന്തം ഒരു അച്ഛന് കൊടുക്കാൻ പറ്റിയ അത്രയും സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അയാൾ കൊടുക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ വന്നിരുന്നു ഒരു ഉളുപ്പും ഇല്ലാതെ ദിവ്യയെയും ക്രിസിനെയും രണ്ടുപേരെയും കൂടി ചേർത്ത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ? ഒരു നാണമോ മാനമോ ഇല്ലേ? നിങ്ങളുടെ മക്കള് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളോട് വിവാഹം കഴിക്കുന്നതിന് കുട്ടികളെ പൂർണ്ണ സമ്മതം തന്നു. അവർ അടിച്ചു പൊളിച്ചാണ് വിവാഹ വേദിയിലൊക്കെ നിന്നത്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എന്താണ്? നിങ്ങൾ വിവാഹം ആദ്യമായിട്ട് കഴിഞ്ഞ നവമിഥുനങ്ങളാണോ? ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പക്വത ഒരു അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണിക്കണ്ടേ? ഇത് നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്? ചോദിക്കാണ്ട് പറ്റുന്നില്ല. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ക്രിസിനാണെങ്കിലും വേറെ നല്ല ഏജുള്ള മകളുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മകളോ മകനോ ഒക്കെ ആയിക്കോട്ടെ. അദ്ദേഹത്തിനും ആദ്യ വിവാഹത്തിൽ കുട്ടിയൊക്കെ ഉള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ദിവ്യയുടെ കുട്ടികൾ ദിവ്യയ്ക്ക് ഒപ്പം തന്നെ ഉണ്ട്. 18 അല്ലെങ്കിൽ 17 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്,
അതും ഇപ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. ഫസ്റ്റ് ആ കുട്ടികളുടെ അച്ഛൻ തന്നെ ആയിരുന്നു എങ്കിൽ, അതായത് ദിവ്യയുടെ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവ് ഈ കുട്ടികളുടെ അച്ഛൻ്റെ കൂടെയാണ് ഇമാതിരിയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിരുന്നെങ്കിൽ പിന്നും അതിലെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കാണിക്കുമ്പോൾ ആ കുട്ടികളുടെ കൂട്ടുകാരൊക്കെ തന്നെ ഈ കുട്ടികളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കളിയാക്കിയാൽ പോലും ആ കുട്ടികൾക്ക് അത് വളരെ ഷോക്കിംഗ് ആവും. ചിലപ്പോൾ ഒരു പക്ഷേ അമ്മയോട് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അവരത് പറയാത്തതും ആവും. ഇനി അഥവാ വന്ന് കളിയാക്കിയില്ലെങ്കിൽ പോലും അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മനസ്സിൽ തോന്നും. ഇതിപ്പോൾ നമ്മൾക്ക് കണ്ടിട്ട് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പലരും അതിനപ്പുറം ചിന്തിക്കുന്നവരും ഉണ്ടാവും. എന്തിനാണ് വെറുതെ? നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നാൽ പോരെ. അത് നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ പ്രകടിപ്പിക്കുന്നതല്ലേ നല്ലത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ്, അല്ലാതെ നിങ്ങളിത് ക്യാമറയ്ക്ക് മുന്നിൽ തകർത്ത് ആടുന്ന സീരിയലൊന്നും അല്ലല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കണക്കാണ്. ഈ പറയുന്ന പോലെ ദിവ്യയ്ക്ക് അത്യാവശ്യം നല്ല ഏജുള്ള സ്ത്രീ തന്നെയാണ്. തീരെ കുഞ്ഞു വാവയൊന്നുമല്ല, 18 19 വയസ്സുള്ളൊരു ചെറിയ കുട്ടിയൊന്നുമല്ല. അത്യാവശ്യം നല്ല പ്രായമുള്ളവർ തന്നെയാണ്. ഒരു മുതിർന്ന ആൺകുട്ടി ചെറുതാണെങ്കിലും മുതിർന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയാണ്. അത്രയും പക്വതയൊക്കെ കാണിക്കണ്ടേ. അതുപോലെ ക്രിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഇരട്ടിക്കിരട്ടി പക്വത നോർമലി ഉള്ള ഒരാളാണ്. എന്നിട്ട് എന്തിനാണ് ഇത്രയും താഴേക്ക് പോകുന്നത്? വീഡിയോകളിലൊക്കെ വന്നിട്ട്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഇത്തരത്തിലൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞങ്ങൾക്ക് പോസിറ്റീവിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നമ്മുടെ മക്കൾക്ക് അതിഷ്ടമാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ബെഡ്റൂമിനകത്ത് കാണിക്കേണ്ടതൊക്കെ വന്നിട്ട് പുറത്ത് പബ്ലിക്കിൽ വന്ന് കാണിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെയാണ് അതിൻ്റെ മാനക്കേട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപക്ഷെ നാണവും മാനവും ഒന്നുമില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കുട്ടികളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത് ഇതുവഴി. കുറച്ചൊക്കെ പക്വത അമ്മ എന്നുള്ള നിലയിൽ ദിവ്യയും കാണിക്കുക. ക്രിസിനാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അല്ലേ? നമ്മൾ ക്രിസിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ക്രിസിൻ്റെ സീരിയലിൽ, അതായത് നമ്മുടെ മൂർത്തി മുത്തച്ഛനൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രമൊക്കെ അത്യാവശ്യം നല്ല പക്വതയുള്ള കഥാപാത്രമാണ്. താങ്കൾ ലൈഫിലും നല്ല പക്വതയുള്ള ആളാണ് എന്ന് താങ്കളുടെ പല ഇൻ്റർവ്യൂകളിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഇപ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒറ്റത്തടിയായിരുന്നെങ്കിൽ ഒന്നും തോന്നില്ലായിരുന്നു. കുറച്ച് പ്രായം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും ഒന്നും തോന്നില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊപ്പമുള്ള മക്കളുള്ള സ്ഥിതിക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്യുകയും അതും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മക്കളും കൂടി ഇത് കാണുന്നെന്നുള്ള ഒരു ബോധമൊക്കെ നിങ്ങൾക്ക് വേണ്ടേ? ഉളുപ്പ് വേണ്ടേടോ? ഒത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? നിങ്ങൾ സെലിബ്രിറ്റീസൊക്കെ ആണെന്നും പറഞ്ഞിട്ട് ഉളുപ്പില്ലാതിരുന്നാൽ അത് വളരെ മോശമായി പോകുന്നുണ്ട്. എനിക്ക് എന്തായാലും അത് കണ്ടപ്പോൾ തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ചിലർക്കെങ്കിലും ഇവരുടെ ആരാധകർക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടുന്നവരൊക്കെ അങ്ങ് പൊട്ടി ഒലിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബീറ്റാഡിനും പഞ്ഞിയും ഫ്രീ ആയിട്ട് കിട്ടും. മേടിച്ചങ്ങ് തുടച്ച് വെച്ചുകൊണ്ടങ്ങ് ഇരുന്നാൽ മതി. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ അന്തം സീരിയൽ ഫാൻസ് ഒന്നും വന്നിട്ട് ഇങ്ങോട്ട് വിമർശിക്കാനൊന്നും വരണ്ട. വരുന്നവരൊക്കെ കണ്ടം വഴി ഓടി അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കുക. ഇനി ഇത് വിമർശനം, ഇത് പക്കാ വിമർശനം. നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.